നമസ്കാരം. സ്കൂൾ തുറന്നു, വിവാദങ്ങളും തുടങ്ങിയിരിക്കുന്നു. എൻ്റെ പൊന്നു മക്കളോടും വളരെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് കൊല്ലം ഉമയനല്ലൂർ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളെ മുടി വെട്ടുന്നതിന് ആയിട്ട് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുകയുണ്ടായി. ഞാനടക്കമുള്ള ഞങ്ങളെല്ലാ അധ്യാപകരും തന്നെ കുട്ടികളോട് പറയുന്നതാണ് നല്ല വൃത്തിയായിട്ട് മുടി വെട്ടി ക്ലാസ്സിൽ വരണമെന്ന്. അപ്പം കുട്ടികൾ പുറത്തിറങ്ങി നിന്നപ്പം ഏതോ ന്യൂസ് ചാനലൊക്കെ വന്നിട്ട് അത് കവർ ചെയ്യുകയും കുട്ടികൾ പറയുന്നു പെരുവെള്ളമാണ് സ്കൂളിൽ, ഗ്രൗണ്ടിൽ നിന്ന് മീൻ പിടിച്ചെടുക്കാം, ആദ്യമേ സ്കൂൾ വൃത്തിയാക്ക്, എന്നിട്ട് ഞങ്ങളെ വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ അവരുടേതായിട്ടുള്ള +2 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു 16, 17 വയസ്സ്, 18 വയസ്സിനകത്തുള്ള കുട്ടികളാണ്. അവരുടെ ആ എടുത്തുചാട്ടം മുഴുവൻ അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത്രയും മുടി വളർത്തിയവരെ ഇവിടെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, ഈ വർഷം ഇത്രയും കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നുമക്കളെ, എല്ലാ വർഷവും നമ്മൾ അധ്യാപകർ പറയുന്നത്, നമ്മൾ 12ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നമുക്ക് കുട്ടികളാണ്, നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് പോലെ അധ്യാപകരും നിങ്ങളോട് ഇടപെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ 12ാം ക്ലാസ് വരെ. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസവും ടീച്ചർ മുടി വെട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെയാണ് നിങ്ങൾ ഇന്നും മുടി വെട്ടിയിട്ട് വരുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ട് സ്കൂൾ തുറന്ന അന്ന് മുതൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് മുടി വെട്ടാൻ കട തുറന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പുറത്താക്കി, മഴയത്ത് നിർത്തി, വെയിലത്ത് നിർത്തി. ഇച്ചിരി മഴയും വെയിലൊന്നും കൊണ്ടുവന്ന് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോടാ മക്കളെ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നീറ്റായിട്ട് മുടിയൊക്കെ വെട്ടി നമ്മളൊരു വിദ്യാലയത്തിൻ്റെ എല്ലാ റൂൾസും പാലിച്ച് വേണം നമ്മളൊരു വിദ്യാലയത്തിലേക്ക് ചെല്ലാനായിട്ട്. നമ്മൾ പല വിശ്വാസ രീതിയിൽ പറയും, വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു അറിവ് പകർന്നു നൽകുന്ന ഒരു പരമപ്രധാനമായ ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ സ്കൂളുകളെന്ന് പറയുന്നത്. നമ്മൾ ഈ ആരാധനാലയങ്ങൾ പോലെ തന്നെ അത്രയും പവിത്രതയോടുകൂടി തന്നെ നമ്മൾ ഈ വിദ്യാലയങ്ങളെയും കാണണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരൊന്നും തന്നെ നിങ്ങളുടെ ശത്രുക്കളല്ല. എല്ലാ അധ്യാപകർക്കും അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശാസിക്കുകയും വഴക്ക് പറയുകയും മുടിയൊക്കെ വെട്ടി നല്ല നീറ്റായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യാൻ അധ്യാപകർ പറയുന്നത്. ഒരു തവണയും 2 തവണയും 3 തവണയും ഒരാഴ്ചയും അനുസരിക്കാത്തതിൻ്റെ പേരിലായിരിക്കാം അധ്യാപകർ പുറത്തിറക്കി നിർത്തിയത്. ആ പുറത്ത് നിർത്തിയത് നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടോ നിങ്ങളിനി ആ സ്കൂളിലത്തേക്ക് ഒരിക്കലും വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടോ ആയിരിക്കില്ല. കാരണം നിങ്ങളെ പുറത്ത് ക്ലാസ്സിൽ കയറ്റാതിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയും നിങ്ങളുടെ രക്ഷകർത്താക്കൾ അത് അന്വേഷിക്കുകയും ആ മുടി വെട്ടാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അവർ മുടി വെട്ടിയിട്ട് പിന്നെ പിറ്റേ ദിവസം നിങ്ങളെ കൃത്യമായി സ്കൂളിൽ അയക്കും എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ്. കാരണം ഞാനും ഒരു അധ്യാപികയാണ്, എനിക്കും അറിയാം. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ അങ്ങനെ ഇറക്കി വിടുന്നത്. നമ്മൾ പിന്നെ ചില അധ്യാപകർ അങ്ങനെ ഇറക്കി വിടും, ചില അധ്യാപകർ പേരൻസിനെ വിളിപ്പിക്കും. അപ്പോൾ തന്നെ ഞാനൊക്കെ ഒരുപാട് തവണ പേരൻസിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പേരൻസിനെ നമ്മുടെ മുമ്പിൽ വന്ന് നിസ്സഹായരാ, കേൾക്കുന്നില്ല ടീച്ചറെ, എന്ത് ചെയ്യാനാ ടീച്ചർ ഒന്ന് പറയും, ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മാക്സിമം ഞങ്ങൾ സ്കൂളിൻ്റെ നിയമങ്ങളും അനുസരിച്ച്, അല്ലെങ്കിൽ ഈ മുടിയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്ക് ഇപ്പോൾ അധ്യാപകർ ശത്രുക്കളാകുന്നത്. ഒരിക്കലും അങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് വെക്കേഷൻ സമയങ്ങളിലോ ഇനി ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് മുടി വളർത്താം. കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ ഏത് കോഴ്സിന് പോയി ചേർന്നാലും അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നിബന്ധനകളൊക്കെ ഉള്ള, അല്ലാതെ ഏതെങ്കിലും ഇതിന് പോയി ചേർന്നാൽ നിങ്ങൾക്ക് മുടി വളർത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനത്തെയൊക്കെ വളർത്താൻ പറ്റുന്ന റൂളുള്ള ഇതിൽ നിങ്ങൾ പഠിച്ചാൽ മതി. സ്കൂളുകളിൽ നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യുക, അധ്യാപകർ പറയുന്നത് അനുസരിക്കുക മക്കളെ. അധ്യാപകരെന്ന് പറയുന്നത് എപ്പോഴും ഈ 3 എന്ന് പറയുന്നത് അമ്മ, അച്ഛൻ, അധ്യാപകർ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മയെയും അച്ഛനെയും പോലെ തന്നെ അധ്യാപകനെയും ബഹുമാനിക്കണം. അവിടെയാണ് 3 അവിടെ ദൈവത്തിന് പോലും സ്ഥാനമില്ല കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കുക, മിടുക്കികളായിട്ടിരിക്കുക. അപ്പോൾ ഒന്ന് മുടിവെട്ടിയില്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയ അധ്യാപകർ ശത്രുക്കളൊന്നും അല്ല കേട്ടോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാ നന്മകളും നേരുന്നു. അപ്പം അധ്യാപകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് അനുസരിക്കുക. നിങ്ങളുടെ ജീവിതകാലം മുഴുവനൊന്നും ഇല്ലല്ലോ. നിങ്ങളിതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് ചോദിക്കാം, ആ ടീച്ചർ, അല്ലെങ്കിൽ എന്നെ പുറത്താക്കിയ ടീച്ചർ, അല്ലെങ്കിൽ എന്നെ മുടിവെട്ടുന്നതിന് വേണ്ടി എൻ്റെ ക്ലാസ്സിൽ കയറ്റാതിരുന്ന ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ വിദ്യാലയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അന്ന് എൻ്റെ ടീച്ചർ അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയ കുറച്ച് നല്ല നിമിഷങ്ങൾ മാത്രമാണ് ഈ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ കേട്ടോ. നന്ദി.